ശബരിമല യുവതീ പ്രവേശനത്തിൽ സത്യവാങ്മൂലം സമർപ്പിച്ച സംസ്ഥാന സർക്കാർ വിശ്വാസ സ്വാതന്ത്ര്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് സത്യവാങ്മൂലത്തിൽ മറുപടി. വിശ്വാസ സ്വാതന്ത്ര്യം നിരുപാധികമല്ല. പൊതുതാൽപര്യ ഹർജികളിലൂടെ വിശ്വാസ പ്രശ്നം പരിഹരിക്കാനാകില്ല. മതപരമായ തർക്കങ്ങളിൽ പണ്ഡിത സമൂഹത്തിന്റെയും സാമൂഹ്യ പരിഷ്കർത്താക്കളുടെയും നിലപാട് തേടണം. ശബരിമല യുവതീ പ്രവേശനത്തിൽ CPIM നിലപാടിൽ മാറ്റമില്ലെന്ന് MA ബേബി. മതസ്വാതന്ത്ര്യത്തിലെ തുല്യതയിലടക്കം പാർട്ടി നിലപാട് സ്ത്രീകൾക്ക് അനുകൂലം. പാർട്ടി നയം സർക്കാരിൽ അടിച്ചേൽപ്പിക്കില്ല. സർക്കാരിന്റെ സമൂഹത്തിന്റെയും പൊതുനിലപാടുകൾ പരിഗണിക്കേണ്ടി വരും. വിഷയം പരിശോധിക്കേണ്ടത് പണ്ഡിത സമൂഹമെന്നും CPIM ജനറൽ സെക്രട്ടറി. ശബരിമല യുവതീ പ്രവേശനത്തിൽ സർക്കാർ നിലപാട് വിശ്വാസികൾക്കൊപ്പമെന്ന് മന്ത്രി VN വാസവൻ. വനിതാ പ്രവേശനത്തിനായി വൻമതിൽ തീർത്തവർ ഓടിയ വഴിയിൽ പുല്ല് മുളച്ചില്ലെന്ന VD സതീശന്റെ പരിഹാസം. സർക്കാരിന്റേത് അഴകുഴമ്പൻ നിലപാടെന്ന് V മുരളീധരൻ. കെ സുധാകരന്റെ കണ്ണൂർ മോഹം തുലാസിൽ. സുധാകരനുമായി രാഹുൽ ഗാന്ധി സംസാരിച്ചില്ലെന്ന് സൂചന. കണ്ണൂർ സീറ്റിൽ ഒരു ചർച്ചയും നടക്കുന്നില്ലെന്ന് ദീപാദാസ് മുൻഷി. പ്രവർത്തകരുടെ വികാരമല്ല, പാർട്ടി തീരുമാനമാണ് പ്രധാനം. സ്ഥാനാർത്ഥിയാക്കാമെന്ന് ആർക്കും വാക്ക് കൊടുത്തിട്ടില്ലെന്ന് VD സതീശൻ. അനുനയ ചർച്ചകൾക്കായി സുധാകരൻ ഡൽഹിക്ക് പോയേക്കില്ല. കണ്ണൂർ സീറ്റിൽ കടുംപിടുത്തം തുടർന്ന കെ സുധാകരൻ. അനുകൂലികളെ രംഗത്തിറക്കി പാർട്ടിക്ക് മേൽ സമ്മർദ്ദം ശക്തമാക്കാൻ തീരുമാനം. എറണാകുളത്തും പറവൂരും ഉൾപ്പെടെ സുധാകരനായി പോസ്റ്റർ. സുധാകരന്റെ തുടർ നീക്കങ്ങൾ ഉറ്റുനോക്കി രാഷ്ട്രീയ കേരളം. സുധാകരനുമായി അനുനയ നീക്കം നടത്തുന്നുണ്ടെന്ന് K മുരളീധരൻ. ജെ സുധാകരൻ ഉയർത്തിയ വെല്ലുവിളിക്കെതിരെ ആലപ്പുഴയിൽ CPIM-ന്റെ പ്രകടനം. വർഗവഞ്ചകന് മാപ്പില്ലെന്ന ബാനറും മുദ്രാവാക്യവുമായി പ്രവർത്തകർ. ജില്ലയിൽ ഉടനീളം വിശദീകരണ യോഗങ്ങളും ജനറൽ ബോഡികളും വിളിച്ചു ചേർക്കാൻ പാർട്ടി തീരുമാനം. സുധാകരൻ പാർട്ടിയെ ചതിച്ചെന്ന് ജനങ്ങളോട് വിശദീകരിക്കും. ജെ സുധാകരനെ പിന്തുണയ്ക്കുന്നതിൽ തീരുമാനമായില്ലെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് D സുഗതൻ. പിണറായി വീണ്ടും അധികാരത്തിൽ വരുമെന്ന നിലപാട് സുധാകരൻ തിരുത്തണമെന്ന് സുഗതൻ ന്യൂസ് മലയാളത്തോട്. പിണറായി വീണ്ടും അധികാരത്തിൽ വരുന്നതാണ് പുള്ളിക്ക് താല്പര്യം പുള്ളി പറഞ്ഞു. അങ്ങനെയാണ് അതിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പുള്ളി വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കോൺഗ്രസ് നേതൃത്വമായിട്ട് തീരുമാനം എടുത്തു കഴിഞ്ഞാൽ പുള്ളി അക്സെപ്റ്റ് ചെയ്യും. ആലപ്പുഴ സീറ്റിനായി കോൺഗ്രസിൽ പിടിവലി. ആവശ്യമുയർത്തി AA ഷുക്കൂർ അടക്കം 4 നേതാക്കൾ. സംസ്ഥാനത്ത് LPG ക്ഷാമം രൂക്ഷമാകുന്നു. കൊച്ചിയിലെ 70% ഹോട്ടലുകളും അടച്ചുപൂട്ടി. കോഴിക്കോട് എനിക്ക് തോന്നുന്നില്ല നമ്മൾ അറിയുന്ന ഒരു 10-17 ഹോട്ടൽ നമ്മൾ എന്ത് ചെയ്തിട്ടില്ല, തുറന്നിട്ടില്ല. ആളുകൾക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കറക്റ്റായിട്ട് തൊഴിൽ കൊടുക്കാൻ പറ്റുന്നില്ല. കാരണം നമുക്ക് നിർത്തിയേടാണ്. നമുക്ക് പിന്നെ അറിയില്ല നാളെ ഇപ്പം എന്താ സംഭവിക്കുക എന്നുള്ള നമുക്കൊന്നും അറിയില്ല. ജയിലുകളിലും LPG ക്ഷാമം ജനങ്ങൾക്ക് ആശ്വാസമായി. കൊച്ചി കോർപ്പറേഷന്റെ ഇന്ദിര ക്യാൻറ്റീൻ 50 രൂപയ്ക്ക് 3 നേരത്തെ ഭക്ഷണം. രാജ്യത്തെ പാചകവാതക പ്രതിസന്ധിയിൽ അനാവശ്യ പരിഭ്രാന്തി വേണ്ടെന്ന് കേന്ദ്ര സർക്കാർ. LPG ഉൽപാദനം 31% കൂട്ടിയെന്ന് പെട്രോളിയം മന്ത്രാലയം. പാചകവാതകവുമായി 2 കപ്പലുകൾ ഹോർമൂസ് കടലിടുക്ക് കടന്നു. മാർച്ച് 16, 17 തീയതികളിൽ കപ്പലുകൾ രാജ്യത്തെത്തും. ഇറാൻ കപ്പലിലെ നാവികർ കൊച്ചിയിൽ നിന്നും മടങ്ങിയെന്നും കേന്ദ്രം. പാചകവാതക പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ മലപ്പുറത്ത് കരിഞ്ചന്ത. കൊണ്ടോട്ടിയിലെ SA പമ്പിൽ 2000 രൂപയ്ക്ക് റീഫില്ലിംഗ്. ഗ്യാസ് നിറയ്ക്കാൻ ആളുകളുടെ നീണ്ട നിര. കൊച്ചിയിലും കരിഞ്ചന്തയെന്ന് പരാതി. ആശുപത്രി ആവശ്യങ്ങൾക്ക് നൽകുന്ന സിലിണ്ടറുകൾ വിൽക്കുന്നുവെന്ന ആരോപണം. ഇറാന്റെ പരമോന്നത നേതാവ് മൊജ്തബ ഖമനയെയും നേതാക്കളെയും കുറിച്ച് വിവരം നൽകുന്നവർക്ക് $10 മില്യൺ പാരിതോഷികം പ്രഖ്യാപിച്ച അമേരിക്ക. IRGCയുടെ 10 ഉദ്യോഗസ്ഥരെ ലക്ഷ്യം വെച്ച് നീക്കം. പ്രഖ്യാപനം റിവാർഡ്സ് ഫോർ ജസ്റ്റിസ് പദ്ധതി വഴി വിവരം നൽകുന്നവർക്ക് സംരക്ഷണം ഒരുക്കുമെന്നും വാഗ്ദാനം. തമിഴ് കവിയും ഗാനരചയിതാവുമായ R വൈരമുത്തുവിന് 2025 ജ്ഞാനപീഠ പുരസ്കാരം. ബഹുമതി സാഹിത്യത്തിന് നൽകിയ സമഗ്ര സംഭാവനകൾ മാനിച്ച് വൈരമുത്തു ജ്ഞാനപീഠം നേടുന്ന 3ാമത്തെ തമിഴ് എഴുത്തുകാരൻ.
5 മാസത്തിലധികം നീണ്ട ജയിൽവാസത്തിനൊടുവിൽ ലഡാക്ക് പ്രക്ഷോഭ നായകൻ സോനം വാങ്ചുക്കിന് മോചനം. പുറത്തിറങ്ങിയത് രാജസ്ഥാൻ ജോധ്പൂർ ജയിലിൽ നിന്ന്. മോചനം സാധ്യമായത് ദേശീയ സുരക്ഷാ നിയമപ്രകാരം ഏർപ്പെടുത്തിയ കരുന്തൽ തടങ്കൽ കേന്ദ്രം പിൻവലിച്ചതിനെ തുടർന്ന്. നിയമത്തെ ആവേശപ്പോരിന് കെ.എ. ശബരിനാഥനെ കളത്തിലിറക്കാൻ കോൺഗ്രസ്. എൽദോസ് കുന്നപ്പള്ളി പെരുമ്പാവൂരിൽ തന്നെ ചിറയിൻകീഴ് പിടിക്കാൻ രമ്യ ഹരിദാസ്. ഏറ്റുമാനൂരിൽ ജോസഫ് വാഴക്കൻ. 23 പേരുടെ പട്ടികയ്ക്ക് സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരം. ഫസ്റ്റ് ഓൺ ന്യൂസ് മലയാളം. മുസ്ലിം ലീഗിന്റെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക തയ്യാർ. 17 സീറ്റുകളിൽ ധാരണ. വേങ്ങരയിൽ കുഞ്ഞാലിക്കുട്ടി തന്നെ ഇറങ്ങും. KM ഷാജി കാസർഗോഡ്, MK മുനീർ കോഴിക്കോട് സൗത്തിൽ ജനവിധി തേടും. മഞ്ചേശ്വരം നിലനിർത്താൻ AKM അഷ്റഫ്. പ്രഖ്യാപനം റംസാന് ശേഷം. ന്യൂസ് മലയാളം ഇലക്ഷൻ എക്സ്ക്ലൂസീവ്. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ കോൺഗ്രസിനെതിരെ ശിവഗിരി മഠം. പിന്നാക്ക സമുദായക്കാർക്ക് നൽകുന്നത് തോൽക്കുന്ന സീറ്റുകൾ മാത്രമെന്ന് സ്വാമി സച്ചിദാനന്ദ. കോന്നി MLA KU ജനീഷ് കുമാറിന് പൊതുവേദിയിൽ പരസ്യ പിന്തുണ പ്രഖ്യാപിച്ച ശിവഗിരി ട്രസ്റ്റ് ബോർഡ് അംഗം ജനീഷ് കുമാർ വീണ്ടും തിരഞ്ഞെടുക്കപ്പെടുമെന്ന് ഗുരുപ്രസാദ് സ്വാമികൾ. സ്ഥാനാർത്ഥി നിർണയത്തെ ചൊല്ലി കോഴിക്കോട്ടെ കോൺഗ്രസിൽ കല്ലുകടി. പട്ടിക ഏകപക്ഷീയമെന്ന് ഒരു വിഭാഗം. മുല്ലപ്പള്ളി രാമചന്ദ്രനെ പരിഗണിക്കാത്തതിലും അതൃപ്തി. ഷാഫി പറമ്പിലും MK രാഘവനുമെതിരെ AICCക്ക് പരാതി. കൊല്ലം ചാത്തന്നൂർ സീറ്റ് ഫോർവേഡ് ബ്ലോക്കിന് നൽകിയതിൽ ഉടക്കുവച്ച് നേതാക്കൾ. BJP സ്ഥാനാർത്ഥിയാകാൻ ആവശ്യപ്പെട്ട് സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവർ സമീപിച്ചെന്ന് IM വിജയൻ. തൽക്കാലം തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ല. രാജ്യസഭാ അംഗമാകാൻ ഏത് പാർട്ടി പറഞ്ഞാലും സമ്മതിക്കും. എന്തായാലും നിൽക്കണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ചേട്ടാ വേണ്ട, എനിക്ക് ഇഷ്ടമല്ല. നിങ്ങൾ ഒരു MP തന്നോ, ഇപ്പോൾ ഈ ട്യൂഷയ്ക്ക് കൊടുത്ത പോലെ MP തന്നോ, അല്ലെ പാർട്ടി നോക്കില്ല. താൻ എല്ലാ പാർട്ടിക്കും ഒപ്പമുണ്ടാകുമെന്ന് IM വിജയൻ ന്യൂസ് മലയാളത്തോട്. കോൺഗ്രസ് നേതാവ് ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരായ വ്യാജരേഖാ പരാതിയിൽ റേഷനിംഗ് ഇൻസ്പെക്ടറോട് വിവരം തേടി പോലീസ്. കേസെടുക്കുന്ന കാര്യത്തിൽ തീരുമാനം മറുപടി ലഭിച്ച ശേഷം പരാതിക്ക് പിന്നിൽ CPIയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് ശ്രീനാദേവി. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്നും വെള്ളാപ്പള്ളി നടേശനെ പുറത്താക്കിയ വിധി സ്വാഗതം ചെയ്ത് ശിവഗിരി മഠം. വിധി ശ്രീനാരായണീയ ഭക്തർക്കുള്ള ആശ്വാസ പ്രഖ്യാപനമെന്ന് സ്വാമി സച്ചിദാനന്ദ. ശ്രീനാരായണ ഗുരു നേടിയെടുത്ത കാര്യങ്ങളിൽ നിന്നും SNDP പിന്നാക്കം പോയെന്നും വിമർശനം. തിരുവനന്തപുരത്ത് കോൺഗ്രസ് നേതാവിന്റെ ജാതി അധിക്ഷേപം. DCC അംഗം പ്രസന്ന വിജയൻ അധിക്ഷേപിച്ചത് BJP വാർഡ് കൗൺസിലറെ. ഹിന്ദു ഏകതാ സമ്മേളനത്തിലെ സ്വാഗത പ്രസംഗത്തെ ചൊല്ലി അസഭ്യവർഷം. പ്രസന്നയ്ക്കെതിരെ കേസെടുത്ത് പോലീസ്. തൃശൂരിൽ വയോധികന്റെ ശരീരത്തിൽ തിളച്ച വെള്ളം ഒഴിച്ച പ്രതി പിടിയിൽ. വടക്കഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്തത് തെക്കങ്കര സ്വദേശി രാജനെ. മദ്യലഹരിയിൽ വഴിയരികിൽ കിടന്നയാളുടെ ശരീരത്തിൽ തിളച്ച വെള്ളം ഒഴിച്ചത് കഴിഞ്ഞ തിരുവോണ നാളിൽ. കൊടും ക്രൂരത പുറം ലോകത്തെ അറിയിച്ചത് ന്യൂസ് മലയാളം. സംസ്ഥാനത്ത് വൈദ്യുത പ്രതിസന്ധി ഉണ്ടെങ്കിലും ഡോൾ ഷെഡിങ്ങും പവർ കട്ടും ഏർപ്പെടുത്തില്ലെന്ന് മന്ത്രി K. കൃഷ്ണൻകുട്ടി. പ്രതിസന്ധി മറികടക്കാൻ സംസ്ഥാനം സജ്ജം. ജനങ്ങൾ സ്വയം നിയന്ത്രിക്കണമെന്നും മന്ത്രി. കേരളത്തിൽ വിവാഹിതയായ മൊണാലിസയെ തിരിച്ചെത്തിക്കണമെന്നാവശ്യപ്പെട്ട് മധ്യപ്രദേശ് സർക്കാരിനെ സമീപിച്ച പിതാവ്. മക്കളെ മതം മാറ്റാനായി തട്ടിക്കൊണ്ടുപോയെന്ന് പിതാവ് ജയ്സിംഗ്. മൊണാലിസയെ നാട്ടിലെത്തിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു ജാഗരൺ മഞ്ചും രംഗത്ത്. സുഡാനിൽ ആഭ്യന്തര സംഘർഷം അതിരൂക്ഷം. പടിഞ്ഞാറൻ സുഡാനിലെ മാർക്കറ്റിലേക്കുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ 11 പേർക്ക് ദാരുണാന്ത്യം. കുട്ടികൾ ഉൾപ്പെടെ 20-ലധികം പേർക്ക് പരിക്ക്. 2020 ലോകകപ്പ് നേട്ടത്തിന് പിന്നാലെ സഞ്ജുവിന് കേരള ക്രിക്കറ്റ് അസോസിയേഷന്റെ ആദരം. തിങ്കളാഴ്ച മംഗലപുരം സ്റ്റേഡിയം ഉദ്ഘാടനത്തിനൊപ്പം സഞ്ജുവിനെ ആദരിക്കും. മുഖ്യമന്ത്രി ഉൾപ്പെടെ പങ്കെടുക്കുന്ന ചടങ്ങിൽ സഞ്ജു മുഖ്യ അതിഥിയാകും.